ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു റുബിക്സ് ക്യൂബ് സോൾവ് ആക്കണമെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇത് നമ്മൾ മൊത്തത്തിൽ ഒന്ന് ഷഫിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ചെയ്യാനായിട്ട് നമുക്കൊരു ആദ്യം തന്നെ ഒരു കളർ ചൂസ് ചെയ്യണം. അതിനു മുമ്പ് ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള കളേഴ്സാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പോൾ ഇത് ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും ബ്ലൂ ആയിരിക്കും. അതായത് ഗ്രീൻ എങ്ങനെയൊക്കെ തിരിച്ചാലും ഗ്രീൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും ബ്ലൂ ആയിരിക്കും. യെല്ലോ ആണെങ്കിൽ ഈ യെല്ലോ ഏതൊക്കെ ഡയറക്ഷനിൽ തിരിച്ചാലും യെല്ലോയുടെ ഓപ്പോസിറ്റ് എപ്പോഴും വൈറ്റ് ആയിരിക്കും. റെഡിൻ്റെ ഓപ്പോസിറ്റും എപ്പോഴും ഓറഞ്ചും ആയിരിക്കും. ഇതാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ സ്റ്റെപ്പിലോട്ട് പോകാം. ഫസ്റ്റത്തെ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു കളർ ചൂസ് ചെയ്യണം. ഇപ്പം ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് യെല്ലോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. നമ്മൾ യെല്ലോ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ യെല്ലോയുടെ ഓപ്പോസിറ്റ് എപ്പോഴും വൈറ്റ് ആയിരിക്കും. അപ്പോൾ ആ വൈറ്റ് ഈ യെല്ലോയുടെ 4 എഡ്ജിലും വരണം. ഇപ്പോൾ നമ്മൾ ഗ്രീൻ ആണ് ചൂസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. ഗ്രീൻ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഗ്രീൻ്റെ ഓപ്പോസിറ്റ് ബ്ലൂ അല്ലേ. അപ്പോൾ ഗ്രീൻ്റെ ഈ 4 എഡ്ജിലും ബ്ലൂ വരണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് യെല്ലോ വെച്ച് തന്നെ ചെയ്യാം. അതായത് ഏകദേശം ഇതുപോലെ വരണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. യെല്ലോയുടെ 4 എഡ്ജിലും വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള വൈറ്റിനെയൊക്കെ കണ്ടുപിടിക്കണം. അതായത് ഈ കോർണറിലുള്ള ഇതുപോലത്തെ വൈറ്റിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. ഇതുപോലത്തേനെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതുപോലത്തെ 4 എണ്ണത്തിനെ കണ്ടുപിടിക്കണം. ഇവിടെ ഒരെണ്ണമുണ്ട്, പിന്നെ ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, പിന്നെ അതായത് ഇവിടെ ഒരെണ്ണമുണ്ട്. ഈ 4 എണ്ണത്തിന് നമുക്ക് ഈ 4 എണ്ണത്തിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇതിന് നേരെ അടിയിൽ ഇവിടെ ഒരെണ്ണം കിടക്കുന്നുണ്ട്. ഇതിന് നേരെ നമുക്ക് ഇങ്ങോട്ട് ഈസി ആയിട്ടാക്കാം. അതിനായിട്ട് ഇതിങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മാത്രം മതി. ഇതിങ്ങോട്ട് വരും. ഈ കോർണറിലുള്ള വൈറ്റ് നിങ്ങൾ നോക്കണ്ട. കോർണറിൽ ഏത് കളർ വന്നാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അടുത്ത വൈറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് കിടക്കുന്നത്. ഇവിടെ ഉള്ളതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അതിനായിട്ട് ഇതുപോലെ തിരിക്കണേ. ആദ്യം ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. പിന്നെ മേളിലോട്ട് ഒന്നും കൂടെ കാണിക്കാം. ആദ്യം ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം, പിന്നെ മേളിലോട്ട്. അപ്പോൾ എല്ലോടെ ഇപ്പുറത്തും വൈറ്റ് വന്ന്. ഇനി ഇവിടെ 2 എണ്ണം കൂടെ വന്നാൽ മതി. ആ വൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരെണ്ണമുണ്ട്. ഇവിടെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാമല്ലോ. ഇങ്ങനെ ഒന്ന് മേലോട്ട് റൊട്ടേറ്റ് ചെയ്താൽ പോരെ. അപ്പോൾ ഇത് 3 എണ്ണമായി. ഇനി ഇവിടെയും കൂടെ ഒരെണ്ണം വേണം. അതെവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അടിയിലാണ് പോയി കിടക്കുന്നത്. ഇതിനെ നമുക്ക് ഇങ്ങോട്ടാണ് കൊണ്ടുവരേണ്ടത്. നമുക്ക് ഇതിനെ വേണമെങ്കിൽ 2 തിരിയിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാം. പക്ഷെ അപ്പം നമ്മൾ നേരത്തെ ചെയ്തു വെച്ചത് ഏറ്റവും അടിയിലാട്ടോ. അതുകൊണ്ട് അങ്ങനെ വേണ്ട, ഇങ്ങോട്ടല്ലേ കൊണ്ടുവരേണ്ടത്. അപ്പം ഇതിൻ്റെ നേരെ ഇവിടെ ഇട്ട് ഈ വൈറ്റ് തന്നെ. അതിനായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് വൈറ്റ് കൊണ്ടുവരേണ്ടത്. ആ രീതിയിലൊന്നാക്കണം. അതിനുശേഷം 2 പ്രാവശ്യം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ അത് 4 ആയി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഓരോ വൈറ്റിൻ്റെയും കൂടെ ഓരോ കളേഴ്സ് ഉണ്ടാവും. ഇപ്പുറത്തെ വൈറ്റിൻ്റെ കൂടെ ഗ്രീനും, ഇപ്പുറത്തെ വൈറ്റിൻ്റെ കൂടെ റെഡും ആണുള്ളത്, ഇപ്പുറത്തെ വൈറ്റിൻ്റെ കൂടെ ഓറഞ്ചും ആണുള്ളത്. അപ്പോൾ നമുക്ക് ഈ വൈറ്റിൻ്റെ കൂടെ ഓറഞ്ച് അല്ലേ. അപ്പോൾ നമുക്ക് ഈ സെൻറ്ററിലും ഓറഞ്ച് കൊണ്ടുവരണം. അത് നമുക്ക് ഇങ്ങനെ മാച്ച് ചെയ്യണം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ സെൻറ്ററിലുള്ള ഓറഞ്ച് എവിടെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഉണ്ടല്ലേ ഓറഞ്ച്. ഇതിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഈ ടോപ്പിലത്തെ പോർഷൻ പിടിച്ച് ഈ 2 എണ്ണം ലെഫ്റ്റ് സൈഡിലോട്ട് തിരിച്ചാൽ മതി. ഇപ്പോൾ റൈറ്റ് സൈഡിലാണ് കിടക്കണമെങ്കിലോ ടോപ്പിലത്തെ പിടിച്ച് ഇത് റൈറ്റ് സൈഡിലോട്ട് ലെഫ്റ്റ് സൈഡിലാണ് കിടക്കണമെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ തിരിച്ചാൽ മതി. അപ്പോൾ ഈ ഓറഞ്ച് ഫില്ലായി. ഈ 3ാമത്തെ ഓറഞ്ച് ഫില്ല് ചെയ്യേണ്ട, അത് താനെ വന്നതാണ്. ഇതുപോലെ ചെയ്ത ശേഷം നമുക്ക് റൈറ്റിലോട്ടോ അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ടോ 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യണം. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്താൽ ഈ വൈറ്റിൻ്റെ കൂടെ ഇത് വന്ന് കിടക്കും. ഈ ഓറഞ്ച് മാച്ചും ആവും. അതുപോലെയാണ് നമുക്കെല്ലാം ചെയ്യേണ്ടത്. ഇത് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് അതിൻ്റെ തൊട്ടപ്പുറത്ത് വെച്ചാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് ചെയ്താൽ മൊത്തത്തിൽ തെറ്റിപ്പോവും. അപ്പോൾ തൊട്ടപ്പുറത്തുള്ളത് ബ്ലൂ ആണ്. ബ്ലൂ ഓൾറെഡി ഇങ്ങനെ മാച്ചായി കിടക്കണതാണ്. അതുകൊണ്ട് നമുക്ക്
ഇങ്ങനെ തിരിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഇതിൻ്റെ കൂടെ മാച്ചായി കിടക്കണതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങോട്ട് 2 പ്രാവശ്യം ഇങ്ങനെ തിരിച്ചാൽ മാത്രം മതി. ഓക്കെ, ഇനി ഇതിൻ്റെ അപ്പുറത്തുള്ളത് ഏതാണെന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ വൈറ്റിൻ്റെ കൂടെ ഗ്രീൻ ആണുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ്, സെൻറ്ററിലും ഗ്രീൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഗ്രീൻ ആക്കാനായിട്ട് ഗ്രീൻ എവിടെ നോക്കിയാണ് അത് ഈ തൊട്ടപ്പുറത്ത് തന്നെ കിടക്കാനുണ്ട്. അപ്പോൾ ഈ ടോപ്പിൽ പിടിച്ചിട്ട് ഈ 2 എണ്ണം കൂടെ ഇങ്ങോട്ട് ഇരിക്കണം. അപ്പോൾ വൈറ്റുമായി ഈ 2 ഗ്രീനും ഫില്ലായി. ഇനി നമുക്ക് നേരത്തെ ഇതുപോലെ ഇങ്ങനെ 2 പ്രാവശ്യം തിരിച്ചാൽ മതി. ഇനി ഒരു വൈറ്റും കൂടെ ഉള്ളത് നമുക്ക് ചെയ്യാൻ. ആ വൈറ്റിൻ്റെ കൂടെ റെഡാണുള്ളത്. റെഡ് ഇവിടെയും ഇല്ല, ഇവിടെയും ഇല്ല. ഈ റെഡ് ഈ ഓപ്പോസിറ്റാണ് പോയി കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ടോപ്പിൽ പിടിച്ചിട്ട് ഇതിന് 2 പ്രാവശ്യം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ റെഡ് ഫില്ലാവും. ഇനി നമ്മൾ നേരത്തെ ഇതുപോലെ 2 പ്രാവശ്യം ഇങ്ങനെ തിരിച്ചാൽ അടിയിൽ നമുക്കൊരു പ്ലസ് സൈനും കിട്ടും. ഈ വൈറ്റ് നിങ്ങൾ നോക്കണ്ട, അവിടെ ഏത് കളറായാലും കുഴപ്പമില്ല. ഇവിടെ ഒരു പ്ലസ് സൈനും കിട്ടും. ഈ ഓരോ വൈറ്റിൻ്റെ കൂടെയും ഗ്രീൻ ഇങ്ങനെ ഓരോ കളേഴ്സും ഇങ്ങനെ മാച്ച് ആവുകയും ചെയ്യും. കണ്ടില്ലേ? ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് നമ്മളിപ്പോൾ ഇത്രയും ഭാഗം ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞ്. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ വൈറ്റ് മൊത്തം ഫില്ലാക്കിയിട്ട് ഈ വൈറ്റ് മൊത്തം ആദ്യം ഫില്ലാക്കണം. എന്നിട്ട് ഫസ്റ്റത്തെ ഈ ലെയർ ഒന്ന് കംപ്ലീറ്റ് ആക്കണം. അതായത് ഇതുപോലെ കിട്ടണം. വൈറ്റും ഫുള്ളാക്കി ഈ ഫസ്റ്റത്തെ ലെയർ ഒരു ടീ ഷേപ്പിലേക്ക് ഇടണം. കണ്ടില്ലേ? ഈ ഓറഞ്ച് നോക്കണ്ട, ഇങ്ങനെ മാത്രം കിട്ടിയാൽ മതി. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ലെയറിൽ കിടക്കണ വൈറ്റിനൊക്കെ ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് ഇവിടെ ഒരെണ്ണം കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ വൈറ്റിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കളർ ഉണ്ടാവും. ഇപ്പോൾ ഈ വൈറ്റിൻ്റെ കൂടെ റെഡാണ്. ഓക്കെ, അപ്പം ഈ റെഡിനെ നമുക്ക് ഇങ്ങനെ മാച്ച് ചെയ്യണം. അതായത് വൈറ്റിൻ്റെ ഇപ്പുറത്ത് ഏത് കളറാണോ ആ കളർ തന്നെ ഇവിടെയും വരും. അപ്പോൾ ഇവിടെ റെഡാണ്, അപ്പോൾ ഇവിടെ റെഡ് തന്നെ വരും. അപ്പോൾ സെൻറ്ററിലെ റെഡ് നമുക്ക് എവിടെയാണ് നോക്കിക്കുന്നത്, ഈ തൊട്ടപ്പുറത്ത് കിടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ അടിയിലത്തെ പിടിച്ച് ഈ 2 എണ്ണം ഇങ്ങനെ ലെഫ്റ്റിലോട്ട് തിരിച്ച് കഴിഞ്ഞാൽ അങ്ങനെയാവും. ഈ വൈറ്റ് അതിൻ്റെ തൊട്ടപ്പുറത്ത് റെഡ് ഇങ്ങനെ മാച്ച് ആവുകയും ചെയ്ത്. ഇനി ഇങ്ങനെ ആക്കിയ ശേഷം മാത്രം ഇതിനെ നമുക്ക് മേലോട്ട് കൊണ്ടുവരാം. ഈ റൈറ്റ് സൈഡിൽ കിടക്കണ വൈറ്റിനെ മേലോട്ട് കൊണ്ടുവരാൻ ഒരു സ്റ്റെപ്പ് ഉണ്ട്. നോക്കിക്കോ, ലെഫ്റ്റ് ഡൗൺ റൈറ്റ് അപ്പ്. ഇപ്പോൾ ഇത് ഇവിടെ കിടന്നേച്ച വൈറ്റ് ഇങ്ങോട്ട് വന്നു, അടിയിലുണ്ടായിരുന്നത് നേരെ ഇങ്ങോട്ടും വന്നു. ഇനി അതുപോലെ തന്നെയാണ് നമുക്ക് ഈ എല്ലാ വൈറ്റും ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഈ ലെയറിൽ കിടക്കണ അടുത്ത വൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. ഈ വൈറ്റിന് തൊട്ടപ്പുറത്ത് ബ്ലൂ ആണ്. ബ്ലൂ നമുക്ക് ഇങ്ങനെ മാച്ച് ചെയ്യണം. അപ്പോൾ സെൻറ്ററിലുള്ള ബ്ലൂ എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇപ്പുറത്ത് ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ അതിന് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഇതിൽ പിടിച്ച് ഈ 2 എണ്ണം ഇങ്ങനെ ഒരാശം കൂടി ലെഫ്റ്റിലോട്ട് തിരിച്ചാൽ ബ്ലൂ മാച്ചായി വൈറ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഈ റൈറ്റ് സൈഡിലേനെ മേലോട്ട് കൊണ്ടുവരാം. ഓക്കെ, അതിന് നേരത്തെ ഇതുപോലെ തന്നെ ലെഫ്റ്റ് ഡൗൺ റൈറ്റ് അപ്പ്. ഇനി നമുക്ക് ഈ 2 എണ്ണം കൂടെ ഫില്ല് ചെയ്താൽ മതി. അതും കൂടെ കഴിയുമ്പോൾ നമ്മുടെ തേർഡ് സ്റ്റെപ്പും കഴിയും. അപ്പോൾ തന്നെ നമ്മുടെ ആദ്യത്തെ വൈറ്റ് ഇത് ഇവിടെയാണ് കിടക്കുന്നത്, ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൻ്റെ തൊട്ടപ്പുറത്ത് ഏതാ, ഓറഞ്ച്. അപ്പോൾ നമുക്ക് ഇങ്ങനെ മാച്ച് ചെയ്യണം അല്ലേ? അപ്പോൾ ഓറഞ്ച് ഇത് ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനെ പിടിച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മാച്ചാവും. കണ്ടില്ലേ? ഇനി നേരത്തെ നമുക്ക് റൈറ്റ് സൈഡിലാണ് വൈറ്റ് വന്നതിന് ഇങ്ങോട്ടാക്കി, ഇത് ലെഫ്റ്റ് സൈഡിലാണ്. അതിനാക്കാൻ നമുക്ക് വേറൊരു സ്റ്റെപ്പ് ഉണ്ട്, ഇതിൻ്റെ തന്നെ ഓപ്പോസിറ്റ്. അതായത് ഇതിലാദ്യം ലെഫ്റ്റ് അല്ലേ തിരിച്ചുക, ഇതിലാദ്യം റൈറ്റ് തിരിക്കണം. എന്നിട്ട് ഡൗൺ ലെഫ്റ്റ് അപ്പ്. അപ്പോൾ ലെഫ്റ്റിലുള്ള മേലോട്ടാക്കാണ് നമ്മൾ പഠിച്ച്, റൈറ്റിലുള്ള മേലോട്ടാക്കാണ് നമ്മൾ പഠിച്ച്. ഇനി ഇതും കൂടെ നമുക്ക് ചെയ്താൽ മതി. ആ വൈറ്റ് എന്ന് പറയുന്നത് ഇത് ഇവിടെയാണ് കിടക്കുന്നത്. ഈ വൈറ്റിനെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുവരണം. ഇതും കൂടെ നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് വേറൊരു സ്റ്റെപ്പ് ഉണ്ട്. അതായത് ഈ ഫ്രണ്ട് പിടിച്ച് ലെഫ്റ്റിലോട്ട് തിരിക്കണം. എന്നിട്ട് ഈ അടിയിലത്തത് പിന്നെയും ലെഫ്റ്റിലോട്ട്, പിന്നെ ഇത് നേരെ റൈറ്റിലോട്ട്. ഒരാശം കൂടെ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇരുന്നത്. ഇതാദ്യം ഇങ്ങനെ തിരിച്ച് ഇത് ലെഫ്റ്റിലോട്ട് തിരിച്ച് അത് നേരത്തെ പോലെ തന്നെ തിരിച്ചു വെക്കണം. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഇതേ ഈ അടിയിലോട്ട് വന്നു.
ഇനി നമുക്ക് ഇതിൻ്റെ തൊട്ടപ്പുറത്തെ കളർ ഏതാണെന്ന് നോക്കാം. ബ്ലൂ നമുക്ക് ഇങ്ങനെ മാച്ച് ചെയ്യാനായിട്ട് ബ്ലൂ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ ശരിയായി. ഇനി നമുക്ക് എങ്ങനെ മേളിലോട്ട് കൊണ്ടുവരണം? റൈറ്റ്, ഡൗൺ, ലെഫ്റ്റ്, അപ്പ്. നമ്മളപ്പോൾ തേർഡ് സ്റ്റെപ്പും കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ വൈറ്റും ഫുള്ളായി, ഫസ്റ്റത്തെ ലെയറും കംപ്ലീറ്റ് ആയി. ഇനി ഫോർത്ത് സ്റ്റെപ്പ് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റും ഫുള്ളാക്കണം. ഈ ലെയർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയില്ലേ, അതുപോലെ സെക്കൻഡത്തെ ലെയറും നമുക്ക് കംപ്ലീറ്റ് ആക്കണം. അതായത് ഇതുപോലെ നമുക്ക് കിട്ടണം. കണ്ടില്ലേ, വൈറ്റും കംപ്ലീറ്റ് ആയി, സെക്കൻഡത്തെ ലെയർ മൊത്തം കംപ്ലീറ്റ് ആക്കി ഇതുപോലെ നമുക്ക് കിട്ടണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അത് ചെയ്യാനായിട്ട് നമുക്കിത് നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെയാണ് പിടിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഈ 4 എഡ്ജ് വെച്ചിട്ടാണ് നമുക്കത് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലൊരു എഡ്ജ് കണ്ടുപിടിക്കണം. അതിൽ യെല്ലോ ഇല്ലാത്ത എഡ്ജ് കണ്ടുപിടിക്കാൻ കാരണം യെല്ലോ ഇല്ലാത്ത എഡ്ജ് വെച്ചേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് യെല്ലോ വെച്ചാണല്ലോ തുടങ്ങിയത്. അതുകൊണ്ട് ഈ എഡ്ജിൽ യെല്ലോ ഇല്ലാത്തത് വെച്ച് ചെയ്യണം. ഇതിൽ യെല്ലോ ഉണ്ട്, അതുകൊണ്ട് ഇത് വെച്ച് ചെയ്യാൻ പറ്റൂല. കണ്ടില്ലേ, ഇതിൽ യെല്ലോ ഇല്ല, ഇതിൽ യെല്ലോ ഇല്ല. നമുക്ക് എന്നാലും ഇത് വെച്ചൊന്ന് ചെയ്ത് നോക്കാം. അടിയിലത്തത് വെച്ചാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഇത് റെഡാണ്. അപ്പോൾ നമുക്ക് ഈ സെൻറ്ററിലും റെഡ് കൊണ്ടുവരണം. അതിനായിട്ട് റെഡ് എവിടെയാണ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ്. അപ്പോൾ സെൻറ്ററിൽ റെഡ് കൊണ്ടുവരാനായിട്ട് ടോപ്പിൽ പിടിച്ച് ഇങ്ങനെ തിരിച്ചാൽ മതി. അല്ല, ഈ സെൻറ്ററിൽ റെഡ് ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ തെറ്റിപ്പോകും. ഈ അടിയിലത്തെ 2 എണ്ണം കൂടെ ഒരുമിച്ച് പിടിച്ചാണ് തിരിക്കേണ്ടത്, എന്നാലേ ഇത് കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ചെയ്ത് ഇനി മേളിലത്തെ ഈ ബ്ലൂ ഈ ലെഫ്റ്റ് സൈഡിലോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോ ഉണ്ടാവും. അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഈ ബ്ലൂ ലെഫ്റ്റ് സൈഡിലാണ് കിടക്കണമെങ്കിൽ നമുക്ക് ഈ ടോപ്പിലെ പിടിച്ച് റൈറ്റിലോട്ട് തിരിക്കണം. അല്ല, ഈ ബ്ലൂ റൈറ്റ് സൈഡിലാണ് കിടക്കണമെങ്കിലോ നമുക്കിത് പിടിച്ച് ലെഫ്റ്റിലോട്ട് പിടിക്കണം. ഇപ്പം ലെഫ്റ്റിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് നമുക്ക് റൈറ്റിലോട്ട് തിരിക്കാം. അതിനുശേഷം റൈറ്റിലോട്ട് തിരിച്ച് കഴിഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഇത് നോക്കിയോ, ഇതുപോലെയാണ് അടുത്തത് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വൈറ്റ് ഈ കോർണറിൽ വന്ന പോലെ പിടിക്കണം. ഈ വൈറ്റ് വന്നിട്ട് ഈ മേലോട്ട് കൊണ്ടുവന്നാൽ മാത്രം മതി. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാം ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ സെക്കൻഡത്തെ ലെയറും കിട്ടും. അപ്പോൾ അടുത്ത എഡ്ജ് നമുക്ക് നോക്കണം. ഇതിൽ യെല്ലോ ഇല്ല. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ സെൻറ്ററിലും ഗ്രീൻ വന്നം ഓൾറെഡി ഗ്രീനായി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗ്രീൻ ഓൾറെഡി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് റെഡ് ഇപ്പുറത്തെ സൈഡിലോ ഉണ്ടാവും. ഇപ്പോൾ ഈ റെഡ് ഇവിടെയാണ്. അതുകൊണ്ട് നമുക്കിത് ഓപ്പോസിറ്റ് സൈഡിലോട്ട് തിരിക്കണം. അതിനുശേഷം ഇതുപോലെ ഈ വൈറ്റ് ഒന്ന് ആദ്യം കളഞ്ഞിട്ട് ഈ വൈറ്റ് ഈ ലെഫ്റ്റ് സൈഡിലോട്ട് വന്ന പോലെ പിടിക്കും. അതിനുശേഷം ഈ വൈറ്റിനെ മേലോട്ട് കൊണ്ടുവരണം. അത്രേ ഉള്ളൂ. കണ്ടില്ലേ? അപ്പം നമുക്ക് ഒരു ഭാഗം 2 എണ്ണം ഫുള്ളായി. ഇതും കൂടെ നമുക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് യെല്ലോ ഇല്ലാത്തവരെണ്ണം കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇതിൽ യെല്ലോ ഉണ്ട്, ഇതിൽ മാത്രമേ യെല്ലോ ഇല്ല. അപ്പോൾ നമുക്ക് ഇത് വെച്ച് തന്നെ ചെയ്യാം. അപ്പോൾ അടിയിൽ ബ്ലൂ ആണ്, ബ്ലൂ ഇതുമായിട്ട് ജോയിൻ്റ് ആണ്. അപ്പോൾ ബ്ലൂ ഇവിടെ നോക്കി കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് തന്നെ കിടക്കുന്നുണ്ട്. ഒരു മേളത്തെ പിടിച്ച് ഈ 2 എണ്ണം കൂടെ ലെഫ്റ്റിലോട്ട് തിരിക്കണം. അപ്പോൾ ബ്ലൂ മൊത്തത്തിൽ ശരിയാണ്. ഈ ഓറഞ്ച് ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവും, ഇവിടെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് നേരത്തെ ഇതുപോലെ തന്നെ ഇത് ഓപ്പോസിറ്റിലോട്ട് തിരിച്ച് പിന്നെ ഈ ലെഫ്റ്റ് സൈഡിലോട്ട് നിൽക്കണ പോലെ ചെയ്തതിന് ശേഷം ഇതിനെ മേലോട്ട് കൊണ്ടുവന്നു. അതിനായിട്ട് റൈറ്റ്, ഡൗൺ, ലെഫ്റ്റ്, അപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 2ാമത്തെ ലെയറും ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എഡ്ജിൽ യെല്ലോ ഇല്ലാത്ത എഡ്ജ് വെച്ചാണ് നമ്മൾ ചെയ്തത്. സപ്പോസ് നിങ്ങൾക്ക് 4 എഡ്ജിലും ഇതുപോലെ യെല്ലോ വന്ന് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പറ്റാണ്ട് വരണയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ സ്റ്റെപ്പ് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു യെല്ലോ പ്ലസ് ഷേപ്പിലാക്കുന്നതാണ്. ആദ്യമായിട്ട് ഈ സെൻറ്ററിൽ യെല്ലോ ഇതുപോലെ ഈ ലൈനിൻ്റെ സെൻറ്ററിൽ യെല്ലോവിൻ്റെ പോർഷൻ നമുക്ക് നോക്കാം. അതിന് നമുക്ക് ഇതുപോലെ തിരിച്ചാൽ മതി. അത് ഫ്രണ്ട് റൊട്ടേറ്റ് ചെയ്ത് അപ്പ്, റൈറ്റ്, ഡൗൺ, ലെഫ്റ്റ്, ഇങ്ങനെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ യെല്ലോ ഒരു ലൈനായി കിട്ടിയിട്ടുണ്ട്.
ഇനി ഈ ലൈൻ ഇതുപോലെ തന്നെ പിടിച്ച് ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ യെല്ലോ ഇല്ലെങ്കിൽ അപ്പുറത്തേലോട്ട് പോകാം. ഇപ്പം ഇവിടെ യെല്ലോ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് നേരത്തെ ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പ്, ലെഫ്റ്റ്, ഡൗൺ, റൈറ്റ്, ഇങ്ങനെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ യെല്ലോ പ്ലസ് ആയി കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ബ്ലൂവിൻ്റെ ഇങ്ങനെ നമുക്ക് ജോയിൻ്റ് ആവണം. അതായത് ഇവിടെ ബ്ലൂ തന്നെ, ഇവിടെ റെഡ് അല്ലേ, അപ്പോൾ ഇവിടെയും റെഡ് തന്നെ, ഇവിടെയും ഗ്രീൻ വരും. ആ രീതിയിൽ ഇതുപോലെ എല്ലാം ആവണം. ഓക്കെ, നമുക്ക് അത് ചെയ്യാനായിട്ട് നമുക്ക് ഓരോന്നൊന്ന് ജോയിൻ്റ് ചെയ്ത് നോക്കാം. ഈ ഭാഗത്ത് എവിടെയെങ്കിലും ബ്ലൂ കിടക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തും ഓക്കെ നമുക്കൊന്ന് ജോയിൻ്റ് ചെയ്ത് നോക്കാം. റെഡും ഇങ്ങനെ ഇതുപോലെ ഇവിടെയും റൈറ്റ് സൈഡിലും ജോയിൻ്റ് ആയി കിടക്കണമെങ്കിൽ ഈ സ്റ്റെപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എന്തായാലും വരും, ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ഇത് ഈ റെഡും ഗ്രീനും അവിടെ ഉണ്ട്, ഇവിടെയും ബാക്കിലും വരും. ഈ ഒരു ഡയറക്ഷനിൽ പിടിച്ചിട്ട് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഓക്കെ. ഇപ്പം ഞാൻ ചെയ്ത സ്റ്റെപ്പിൽ ഫോളോ ചെയ്താൽ നിങ്ങൾക്കിത് മൊത്തം കിട്ടും. ആ സ്റ്റെപ്പൊന്ന് നിങ്ങൾ നോക്കി പഠിച്ച് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റത്തെ അല്ല ആണ് അടുത്തത്. നമുക്ക് ഓരോ കോർണേഴ്സാണ് ഇനി ഫുള്ളാക്കേണ്ടത്. കോർണേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ മൊത്തം ഈ 3 കളറ് ഈ കോർണറിൽ ഉണ്ടാവുന്നത്. അതായത് ഓറഞ്ച്, ഈ കോർണറിൽ ഓറഞ്ച് ഉണ്ട്, ആ ഓറഞ്ച് ഇവിടെ ഉണ്ട്. യെല്ലോ ഇവിടെ ഉണ്ട്, പക്ഷെ ഗ്രീൻ ഈ 3 സ്ഥലത്തില്ല. അതുകൊണ്ട് ഈ കോർണർ വെച്ച് നമുക്ക് പറ്റില്ല. അപ്പോൾ അടുത്ത കോർണർ നോക്കിക്കഴിഞ്ഞാൽ റെഡ് ഇവിടെ ഉണ്ട്, യെല്ലോ ഇവിടെ ഉണ്ട്, ഗ്രീനാണ് ഇവിടെ ഗ്രീനില്ല, ബ്ലൂ ആണ്. അപ്പോൾ ഈ കോർണർ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ കോർണർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഒന്നിലും ചിലപ്പോൾ വരാണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ചെയ്യണം. നേരത്തെ ചെയ്ത സ്റ്റെപ്പ് ഒന്ന് ചെയ്താൽ മതി. ഇതുപോലെ വന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ കോർണറിൽ റെഡ് ഇവിടെ ഉണ്ട്, ബ്ലൂ ഇവിടെ ഉണ്ട്, യെല്ലോ ഇവിടെ ഉണ്ട്. പക്ഷെ ആ ക്യൂബിൽ ഇതുപോലെ വന്നില്ല. ഇതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കോർണർ ഈ ഒരു പൊസിഷനിൽ പിടിച്ചിട്ട് ഈ ഒരു ഇക്വേഷൻ ചെയ്യണം. പക്ഷെ ഈ ക്യൂബിൽ അത് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഇഷ്ടമുള്ള ഒരു കോർണർ എടുത്ത് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യണം. ഇതുപോലെ അങ്ങനത്തെ കോർണർ കണ്ടുപിടിക്കണം. ഇങ്ങനെ ചെയ്തതുകൊണ്ട് നമുക്കൊരു കോർണർ മിക്കവാറും കിട്ടിയിട്ടുണ്ടാവും. ഒരെണ്ണം കിട്ടി. ഓറഞ്ച് ഇവിടെ ഉള്ളത്, ബ്ലൂ ഇവിടെ ഉള്ളത്, യെല്ലോ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ കോർണർ വെച്ച് അതേ ഇക്വേഷൻ തന്നെ നമുക്ക് ചെയ്യാം. ഈ ഒരു റൈറ്റ് സൈഡിൽ പിടിച്ചിട്ട് ഓക്കെ. ഇതുപോലെ എല്ലാ കോർണറും വന്നവരെ ഈ ഒരു ഇക്വേഷൻ ചെയ്യണം. ഇപ്പം ഇതിലെല്ലാ കോർണറിലും വന്നു. ഈ കോർണറുണ്ട്, ഗ്രീൻ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 4 കോർണറിലും ഇതുപോലത്തെ കോർണേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ 4 കോർണേഴ്സും മാച്ച് ആയിട്ടുണ്ട്. കണ്ടില്ലേ? യെല്ലോ ഇവിടെ ഉണ്ട്, ഓറഞ്ച് ഇവിടെ ഉണ്ട്, ഗ്രീൻ ഇവിടെ ഉണ്ട്. 4ാമത്തെ കോർണറിൽ ബ്ലൂ ഇവിടെ ഉണ്ട്, ഓറഞ്ച് ഇവിടെ ഉണ്ട്, യെല്ലോ ഇവിടെ ഉണ്ട്, ബ്ലൂ ഇവിടെ ഉണ്ട്, റെഡ് ഇവിടെ ഉണ്ട്, യെല്ലോ ഇവിടെ ഉണ്ട്. നമ്മൾ ഈ 4 കോർണേഴ്സ് ഇതുപോലെ മാച്ച് ആവണത് വരെ ആ ഒരു ഇക്വേഷൻ ചെയ്യണം. ചിലപ്പോൾ ഈ 4 കോർണർ ഇതുപോലെ തിരിഞ്ഞായിരിക്കില്ല, ഒരു കോർണറെങ്കിലും ഇങ്ങനെ സോൾവ് ആയി ഇരിക്കുമായിരിക്കും. അത് നിങ്ങൾ നോക്കണ്ട. ഇനി അടുത്ത ലാസ്റ്റത്തെ സ്റ്റെപ്പാണ്. ഓക്കെ, ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു കോർണർ പിടിച്ച് ഇതുപോലെ നിന്ന് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണം. ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്, ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്. ഈ യെല്ലോയുടെ പഴയ പൊസിഷനിൽ വന്ന വരെ ഈ ഒരു ഇക്വേഷൻ ചെയ്യണം, ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണം. ഓക്കെ, അടുത്തത് ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്, ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്. ഓക്കെ, യെല്ലോ അതിൻ്റെ സ്ഥാനത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്, ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പ് തന്നെ യെല്ലോ ഈ പഴയ പൊസിഷനിൽ വന്ന വരെ ചെയ്യണം. ഇപ്പം നമുക്ക് ഇത് ചെയ്യാം. ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്. ഓക്കെ, ഇതും പഴയ പൊസിഷനിൽ വന്നിട്ടുണ്ട്. ഇനി ഒരു കോർണറും കൂടെ ഉള്ളത്. ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്, ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്, ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്, ഡൗൺ, ലെഫ്റ്റ്, അപ്പ്,
റൈറ്റ്. ഓക്കെ, നമ്മുടെ ക്യൂബ് ഇവിടെ സോൾവ് ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.